ഫിലിം ഗാരേജിന്റെ ഇന്നത്തെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഇവർക്കും സ്വാഗതം. അങ്ങനെ ഒരുപാട് വർഷങ്ങളുടെ കാത്തിരിപ്പിനൊടുവിൽ ഇന്ന് തിയേറ്ററുകളിലേക്ക് എത്തി എല്ലായിടത്തു നിന്നും ഒരുപോലെ തന്നെ പോസിറ്റീവ് അഭിപ്രായങ്ങൾ ലഭ്യമായ ഏറ്റവും പുതിയ മലയാളം സിനിമയാണല്ലോ ദി ഗോട്ട് ലൈഫ്. പൃഥ്വിരാജിനെ നായകനാക്കി ബ്ലസി സംവിധാനം ചെയ്ത ആട് ജീവിതം എന്ന സിനിമയുടെ ആദ്യ ദിവസത്തെ കേരള വേൾഡ് വൈഡ് റെസ്റ്റ് ഓഫ് ഇന്ത്യ ബോക്സ് ഓഫീസ് എസ്റ്റിമേറ്റ് കളക്ഷൻ, കേരള ട്രാക്കിംഗ് കളക്ഷൻ എല്ലാം തന്നെ എടുക്കാനായിട്ട് സമയമായി മാറിയിരിക്കുകയാണ്. ആദ്യമേ തന്നെ കേരളത്തിലേക്ക് വരികയാണെങ്കിൽ ഒരു വേറെ ലെവൽ തുടക്കം തന്നെ കേരള ബോക്സ് ഓഫീസിൽ സിനിമയ്ക്ക് നേടിയെടുക്കാനായിട്ട് കഴിഞ്ഞിരിക്കുകയാണ്. അല്പസമയം മുന്നേ പുറത്തു വന്ന റിപ്പോർട്ടുകൾ പ്രകാരം 2,97,00,000 ഇപ്പോൾ ആടുജീവിതം എന്ന സിനിമ ട്രാക്കിംഗ് കളക്ഷനായിട്ട് നേടിയെടുത്തിരിക്കുന്നത്. അതായത് 3 കോടിയോളം രൂപ ആടുജീവിതം ട്രാക്കിംഗ് ആയിട്ട് 8 മണി സമയത്ത് തന്നെ നേടിയെടുത്തിരിക്കുകയാണ്. ആദ്യ ദിവസം എങ്ങനെ പോയാലും 5 കോടിയല്ല 6 കോടി രൂപയ്ക്ക് മുകളിലാണ് നിലവിൽ കേരള ബോക്സ് ഓഫീസിൽ നാം പ്രതീക്ഷിക്കുന്നത്. ഇന്ന് ഇതിനോടൊപ്പം തന്നെ പല തിയേറ്ററുകളിലും സിനിമയ്ക്ക് എക്സ്ട്രാ ഷോസ് എല്ലാം തന്നെ ആഡ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ആടുജീവിതം എന്ന സിനിമയ്ക്ക് 6-7 കോടി റേഞ്ചിൽ കേരളത്തിൽ നിന്നും മാത്രം ഗ്രോസ് കളക്ഷൻ ഉണ്ടാകുന്നതാണ്. ഇനി കേരളത്തിന് പുറത്ത് പാനത്തിൻ പ്രൊമോഷനോട് എത്തപ്പെട്ട സിനിമ കൂടിയാണല്ലോ ആടുജീവിതം. ഇപ്പോഴത്തെ പൃഥ്വിരാജിന്റെ ഒരു ഹാർഡ് വർക്കിന് ഫലം കാണുന്നു എന്ന് വേണം പറയാനായിട്ട്. കർണാടകത്തിൽ ഒരു മലയാളം സിനിമയുടെ ആദ്യ ദിവസത്തെ ഏറ്റവും ഉയർന്ന കളക്ഷൻ നേടിയെടുക്കാനായിട്ട് ആടുജീവിതത്തിന് സാധിച്ചേക്കുമെന്നാണ് നിലവിൽ പുറത്തുവരുന്ന വിവരം. ആദ്യ ദിവസം മാത്രം 1 കോടി രൂപയാണ് കർണാടക ബോക്സ് ഓഫീസിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. തമിഴ്നാട്ടിലടക്കം സിനിമയ്ക്ക് മികച്ചൊരു ഓപ്പണിംഗ്, മികച്ചൊരു ഫാസ്റ്റ് ഫില്ലിംഗ് ഷോ കൗണ്ട് എല്ലാം തന്നെ നേടിയെടുക്കാനായിട്ട് കഴിഞ്ഞു എന്ന് ബുക്ക് മൈ ഷോ സ്റ്റാറ്റസിൽ നിന്ന് വ്യക്തമാണ്. റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ ആദ്യ ദിവസം 2-3 കോടി രൂപയെല്ലാം തന്നെ കളക്ഷൻ പ്രതീക്ഷിക്കുന്ന സിനിമ. അങ്ങനെയെങ്കിൽ ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം ഒരു 9-10 കോടി റേഞ്ചിൽ കളക്ഷൻ നേടിയെടുക്കുന്നതാണ്. ഓവർസീസ് കളക്ഷൻ ഇന്നലെ വന്ന പ്രീസെയിൽ കണക്കുകൾ പ്രകാരം തന്നെ 3 കോടി രൂപയ്ക്ക് മുകളിലേക്ക് എത്തപ്പെട്ടിരുന്നു. GCC രാജ്യങ്ങളിൽ റിലീസ് ഇല്ലാതിരുന്നിട്ട് പോലും വമ്പൻ പ്രീസെയിലായിരുന്നു വിദേശ രാജ്യങ്ങളിലെ സിനിമ ആദ്യ ദിവസം നേടിയെടുത്തത്. ചിത്രത്തിന് ആദ്യ ദിവസം മാത്രം ഏകദേശം 5 കോടി ഓവർസീസ് കളക്ഷനാണ് നിലവിലെ ട്രെൻഡ് വെച്ച് നാം പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയെങ്കിൽ ആകെ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ആടുജീവിതം എന്ന സിനിമ ആദ്യ ദിവസം മാത്രം ലോകമെമ്പാട് നിന്നും 13-16 കോടി റേഞ്ചിലെ വേൾഡ് വൈഡ് കളക്ഷൻ നേടിയെടുക്കുന്നതാണ്. മലയാള സിനിമാ ചരിത്രത്തിലെ തന്നെ വമ്പൻ ബഡ്ജറ്റിൽ തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമ പലവിധ റെക്കോർഡുകളിലൂടെ കടന്നിപ്പോഴത് ആദ്യ ദിവസം വമ്പൻ ബോക്സ് ഓഫീസ് കളക്ഷൻ ലോകമെമ്പാട് നിന്നും നേടിയെടുത്തിരിക്കുകയാണ്. പൃഥ്വിരാജിന്റെ കരിയറിലെ ഏറ്റവും ഉയർന്ന FT കളക്ഷൻ നേടിയെടുക്കുന്ന സിനിമ, 2024 മലയാളത്തിന്റെ ഏറ്റവും ഉയർന്ന കളക്ഷൻ നേടിയെടുക്കുന്ന സിനിമ എന്നിങ്ങനെയുള്ള നേട്ടങ്ങൾ നേടിയെടുത്ത് മലയാള സിനിമാ ഇൻഡസ്ട്രിയിലെ മറ്റൊരു വമ്പൻ ചരിത്രത്തിന് തിരികൊളുത്തിയിരിക്കുകയാണ് ആടുജീവിതം. കാത്തിരിക്കൂ സർവൈവൽ ത്രില്ലർ സിനിമയുടെ യഥാർത്ഥ കളക്ഷൻ റിപ്പോർട്ട് നാളെ വെള്ളിയാഴ്ച അറിയാനായിട്ട്. കൂടുതൽ വീഡിയോകൾക്കായിട്ടും കാത്തിരിക്കൂ.